ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു വെണ്ടയ്ക്ക കാരക്കുഴമ്പാണ്. ഇത് വൈറ്റ് റൈസ്, ഇഡ്ഡലി, ദോശയുടെയൊക്കെ ഒപ്പം നല്ലൊരു കോമ്പിനേഷൻ ആണ്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓൾസോ അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയിട്ട് വരാം. നമുക്കാദ്യം ഒരു പേസ്റ്റ് തയ്യാറാക്കാം. അതിനു വേണ്ടി കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട്, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം സവാള, പിന്നെ കുറച്ച് പുളി എല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അതായിരിക്കും കൂടുതൽ സ്വാദ്. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള ചേർക്കണത്. ഒരു 3-4 ചെറിയ ഉള്ളി ചേർക്കാവുന്നതാണ് സവാളയ്ക്ക് പകരം. അടുത്തത് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കായ എണ്ണയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം വെണ്ടക്കായ ചേർത്ത് കൊടുക്കാം. വെണ്ടക്കായ ചേർത്ത് നമുക്കൊരു 5 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. അതേ പാനിൽ കുറച്ചും കൂടി നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഈ കാരക്കുഴമ്പ് ഉണ്ടാക്കാൻ നല്ലെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ നല്ലെണ്ണയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ സാധാരണ എണ്ണയും ചേർക്കാവുന്നതാണ്. ഓൾസോ കാരക്കുഴമ്പ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണ കൂടുതലും വേണം. അപ്പോൾ എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഉലുവ ചേർക്കാം. ഉലുവ ചേർത്തതിന് ശേഷം ചെറുതായി അരിഞ്ഞിരിക്കുന്ന സവാളയും ചേർത്ത് കൊടുക്കാം. നമുക്ക് സവാള ഒരു 5 മിനിറ്റ് നല്ലോണം മൂപ്പിക്കാം. അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. തക്കാളി ചേർത്ത് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഉപ്പ് ചേർത്ത് നല്ലോണം ഇളക്കിയതിന് ശേഷം ഈ തക്കാളി ഒന്ന് വേവിക്കാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇത് മൂടി വെക്കാം. ഇപ്പൊ തക്കാളി നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പൊടികളാണ് ചേർക്കാൻ പോണത്. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ കുഴമ്പ് മസാല പൗഡർ. നിറയെ ബ്രാൻഡ്സിന്റെ കുഴമ്പ് മസാല പൗഡർ ഇപ്പോൾ മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആണ്. അതോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഞാൻ. മസാലപ്പൊടികളൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം ആവശ്യത്തിന് വെള്ളവും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. നമുക്ക് ഈ ഗ്രേവി ഇനി ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നല്ലോണം തിളപ്പിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയി, ഗ്രേവി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണ് ഇതിൽ ചേർക്കേണ്ടത്. വെണ്ടയ്ക്ക ചേർത്ത് നല്ലോണം ഇളക്കി വീണ്ടും ഒരു 3 മിനിറ്റ് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും വെണ്ടയ്ക്ക ഫുള്ളി കുക്ക്ഡായി കിട്ടും. നമ്മുടെ വെണ്ടയ്ക്ക കാരക്കുഴമ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടാം. എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ചേർക്കുക. കടുക് പൊട്ടിയതിന് ശേഷം വളരെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ഞാനിവിടെ ചേർക്കുന്നത്. സവാള നമുക്ക് നല്ലോണം ബ്രൗൺ കളർ ആവണ വരെ മൂപ്പിക്കാം. സവാള നല്ലോണം ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് 2 ചുവന്ന മുളക് ചേർക്കാം. അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. നമ്മുടെ കാരക്കുഴമ്പ് ഇപ്പൊ റെഡിയായി. ഞാനിവിടെ വെണ്ടയ്ക്ക ഉപയോഗിച്ചാണ് ചെയ്തേക്കണേ. ഈ വെണ്ടയ്ക്കയ്ക്ക് പകരം നിങ്ങൾക്ക് വഴുതനങ്ങ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മുരിങ്ങക്കായ ഉപയോഗിക്കാം. അപ്പൊ ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്